കാരുണ്യ സംഘവേദി കൊച്ചി കാരുണ്യ സംഘവേദി സ്നേഹത്തിൻ കണികയുമാ കരുണവും കരുതലുമാ കൈകോർക്കുമി. എന്റെ കടമയിലേക്ക് കടക്കുന്നു. ഇന്നത്തെ ഈ പാലിയേറ്റീവ് ദിനത്തിന്റെ യോഗത്തിൽ നമ്മുടെ കാരുണ്യ സംഘവേദിയുടെ യോഗാധ്യക്ഷനും ഞങ്ങളുടെ എല്ലാ ഊർജ്ജസ്വലനുമായ പ്രസിഡന്റുമായ ശ്രീമാൻ ബോണിഫസ് അവറുകൾ അദ്ദേഹത്തിന്റെ കർമ്മനിരതമായ പ്രവൃത്തി അടങ്ങും ചിന്തയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ പ്രദീപ് പള്ളുരുത്തി, കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ എൻ്റെ സഹ കൗൺസിലർമാരായ ഈ ഡിവിഷൻ്റെ പ്രിയങ്കരി ലിസി സുമി, പ്രിയപ്പെട്ട സുമിൽ. സമൂഹത്തിൽ നമ്മൾ കുറേ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സേവനം ആവശ്യപ്പെടുന്ന നമ്മൾ കൈപിടിച്ചുയർത്തേണ്ട ഒരു വിഭാഗം കൂടിയുണ്ടെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് എൻ്റെ പൊതുവാണ്. അതേപോലെ തന്നെ 50 ദിവസ പരിപാടിയിൽ ഞാൻ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇന്ന് ഇപ്പോൾ ഒരുപാട് രോഗികൾ, ഒരുപാട് പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിപാടിക്ക് ഞാൻ എൻ്റെ ഔപചാരികമായ ഒരു കാര്യമുണ്ട്. കാരണം ഈ വേദിയിലിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്യുക അല്ലെങ്കിൽ അവരെ ഒന്ന് ഔപചാരികമായി പറയുക എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്നത് 5 മിനിറ്റോ 6 മിനിറ്റോ ആണെങ്കിൽ 6 മിനിറ്റ് പറ്റുള്ളൂ. കാരണം എല്ലാവരും പ്രസംഗിച്ച് കഴിയുമ്പോൾ കുറേ സമയം പോകും. അഭ്യുദയകാംക്ഷികൾ നമുക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളതാണ്. ഒത്തിരി പേരുകൾ പരാമർശിക്കുന്നതായിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം കൊണ്ട് രോഗികളെ നോക്കുന്ന കുടുംബാംഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സഹായവും പരിചരണവും ആവശ്യമായിട്ട് വരുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും പുറത്ത് ആയിരിക്കുന്ന ആളുകളാണ്. അപ്പം ഒരു പാലിയേറ്റീവ് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു വീട്ടിനുള്ളിലോ ഒരു മുറിക്കുള്ളിലോ ആയിരിക്കും അവരുടെ ശിഷ്ടമുള്ള ജീവിതകാലം കഴിച്ചു കൂട്ടുന്നത്. ജന്മം കൊണ്ട് നിങ്ങളെപ്പോലെ ഒരു മനുഷ്യജീവിയും കർമ്മം കൊണ്ട് ഞാനൊരു ഡോക്ടറുമാണ്. അതെൻ്റെ തെറ്റല്ല, അത് ദൈവം എന്നിലൂടെ. ഞാൻ അതിലിപ്പോൾ വളരെ സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നൊരു സംഗതി എന്ന് പറയുന്നത് അവൻ കിടപ്പിലായി പോകുമ്പോഴാണ്. പൈസ ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. പക്ഷെ ആ പരിചരണം കൊടുക്കാൻ പറ്റുന്നത് ഒരു ഡോക്ടർക്കോ അതേപോലെയുള്ള ആരോഗ്യ സംരക്ഷണത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. നമ്മുടെ കൗൺസിലറാണ്, മറ്റ് സ്റ്റാഫിലുള്ള പ്രവർത്തകരെ കാരുണ്യ സംഘവേദിയിലേക്ക് ഞാനിവിടെ കടന്നു വന്നപ്പോൾ തന്നെ മനസ്സിലായി. കാരണം വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരും ചിരിച്ചുകൊണ്ട് റിസീവ് ചെയ്യുന്ന പ്രവർത്തകരായാണ് ഞാനിവിടെ കണ്ടത്. നമുക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളതാണ്. ഒത്തിരി പേരുകൾ പരാമർശിക്കുന്നതായിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം കൊണ്ട് നമ്മുടെ കൗൺസിലറാണ്, ഈ പ്രദേശത്തിലെ കൗൺസിലറാണ്. അതുപോലെ തന്നെ ആശാവർക്കർ കൂടിയാണ്. അടുത്തത് ഈ ഹാള് നമുക്ക്
വിട്ടു തന്ന റെവറൻഡ് ഫാദർ ആന്റണി പുളിക്കൽ അവർക്ക് കാരുണ്യ സംഘവേദിയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത പാലിയേറ്റീവ് ഡേ മെസ്സേജ് നമുക്ക് വേണ്ടി തന്ന ഡോക്ടർ തോമസ് മാലേക്കർ. അവർ നമ്മുടെ കാരുണ്യ സംഘവേദിക്ക് വേണ്ടി എല്ലാ സെക്കൻഡ് സാറ്റർഡേയും വന്ന് മെഡിസിൻസും അതേസമയം രോഗികൾക്ക് ചികിത്സയും തോമസ് മാലേക്കർക്ക് നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ ഫുഡ് കിറ്റ് വിതരണം ചെയ്ത മേജർ ആർ രാജേഷ് നമ്മളുടെ കാരുണ്യ സംഘവേദിയുടെ ഒരു വെൽ വിഷർ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളെക്കുറിച്ച് ഏത് ചടങ്ങിൽ വന്നാലും നന്നായി നമ്മളെക്കുറിച്ച് നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നിട്ടേ മേജർ രാജേഷ് ഇവിടുന്ന് കടന്നു പോകാറുള്ളൂ. അടുത്തത് 2020 മണ്ഡലം പ്രസിഡന്റ് ടിനി തോമസ് കോച്ചേരി അവർകളാണ് ഡാൻസർ സ്പോൺസർ ചെയ്തത്. തീർച്ചയായിട്ടും മുഴുവൻ നേരം നമ്മളോടൊപ്പം വളരെ ക്ഷമയോടെ ഇരുന്ന് നമ്മൾക്ക് ഈ ഡാൻസർ കിറ്റ് വിതരണം ചെയ്തതിന് സ്പോൺസർ ചെയ്യാനായിട്ടുള്ള ഒരു വലിയ പങ്ക് വഹിച്ചത് ടിനി തോമസ് കോച്ചേരിയാണ്. അടുത്തത് എത്ര തിരക്കാണെങ്കിൽ പോലും ഈ പാലിയേറ്റീവ് കെയർ അതിനെക്കുറിച്ച് ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ച ഡോക്ടർ PV പ്രസാദ് അവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ കാരുണ്യ സംഘവേദിയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. കൗൺസിലർമാരായിട്ട് നമ്മൾക്ക് എത്തിച്ചേർന്നത് തോപ്പുംപടി സുമിത് ജോസഫും ശ്രീ സുമിത് ജോസഫും ഈ വിഭാഗത്തെ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ലിസി സുമി ഈ രണ്ട് വ്യക്തികളും മാത്രം എത്തിച്ചേർന്നുള്ളൂ. എങ്കിലും നമ്മളുമായിട്ട് ഇനിയുള്ള കാര്യങ്ങളിൽ വളരെയധികം സഹകരിക്കുമെന്ന് ഉറപ്പ് തന്ന രണ്ട് വ്യക്തികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ കാരുണ്യ സംഘവേദിയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മൾക്ക് സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനം. Say